ഗാന്ധി ചിന്തിയ രക്തമാണ് ഇന്ത്യൻ മതനിരപേക്ഷതയെ ദശാബ്ദങ്ങളോളം സംരക്ഷിച്ചതെന്ന് സുനിൽ പി ഇളയിടം. കേളി കലാ സാംസ്കാരിക വേദിയുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി റിയാദിൽ സംഘടിപ്പിച്ച സാഹിത്യോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക കാലത്തെ മാധ്യമം, നവമാധ്യമം എന്നിവ സംബന്ധിച്ച് പാനൽ ചർച്ചയും ഭാഗമായിരുന്നു. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ ചിന്തിയ രക്തം 50 വർഷത്തിലേറെയായി ഇന്ത്യൻ അധികാര ഘടനകളിൽ നിന്നും വർഗീയതയെ അകറ്റി നിർത്താൻ ശക്തമായ പ്രതിരോധമായി പ്രവർത്തിച്ചുവെന്നാണ് സുനിൽ പി ഇളയിടം പറഞ്ഞത്. ഗാന്ധിയൻ പൈതൃകത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള സംഘടിത ശ്രമങ്ങൾ ഇപ്പോഴും വർഗീയ കക്ഷികൾ നടത്തുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സുനിൽ പി ഇളയിടത്തിനൊപ്പം മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാറും എഴുത്തുകാരി ദീപ നിശാന്തും പങ്കെടുത്തു. മാധ്യമം, നവമാധ്യമം, ഭരണഘടന, മതനിരപേക്ഷത, സ്ത്രീലോകം എന്നിങ്ങനെ വിവിധ ഉള്ളടക്കങ്ങളിൽ പാനൽ ചർച്ചകളുമുണ്ടായിരുന്നു. എം നയീം, വിപിൻ കുമാർ, സീബ കുവോഡ് എന്നിവർ അതിഥികളുമായി സംവദിച്ചു. ബദിയയിലെ മാർക്ക് ആൻഡ് സേവ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാഹിത്യോത്സവത്തിന്റെ സമാപന സമ്മേളനവും സുനിൽ പി ഇളയിടം നിർവഹിച്ചു. ചെയർമാൻ ഷാജി റസാഖ് ആമുഖ പ്രഭാഷണം നടത്തി. ഗഫൂർ ആനമങ്ങാട്, KPM സാദിഖ്, മുഹമ്മദ് സാലി, സുരേഷ് കണ്ണപുരം, ജോസഫ് ഷാജി എന്നിവർ സംസാരിച്ചു. മീഡിയ 1, റിയാദ്.